അസ്സലാമലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് എള്ള് മിഠായിയുടെ റെസിപ്പിയുമായിട്ടാണ്. കാൽസ്യത്തിൻ്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവ് നികത്താൻ എള്ള് വറുത്ത് പൊടിച്ച് ശർക്കര അതിൽ ചേർത്ത് പണ്ട് മുതലേ കഴിക്കാറുള്ള ഒന്നാണ്. എള്ള് 2 വിധമാണെന്നാണ് ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത്. എന്നാൽ എള്ള് 4 വിധമുണ്ടെന്ന അറിവ് ഇപ്പോഴാണ് എനിക്ക് കിട്ടുന്നത്. എള്ളും ശർക്കരയും എങ്ങനെ ഉപയോഗിച്ചാലും അത് ഔഷധം തന്നെയാണ്. അതിൽ കറുത്ത എള്ളിനാണ് ഔഷധ ഗുണം കൂടുതലുള്ളത്. 1 കപ്പ് എള്ളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകണം. 2-3 തവണ കഴുകിയതിന് ശേഷം വെള്ളം വാരാനായിട്ട് മാറ്റിവെക്കണം. നന്നായി വെള്ളം വാർന്നതിന് ശേഷം ഇത് ചൂടായ ഒരു പാനിലിട്ട് വറുത്തെടുക്കണം. 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതിലെ വെള്ളം കുറേയേറൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ടാകും. ഇനി ഫ്ലെയിം അല്പം കുറച്ച് കൊടുക്കാം. എന്നിട്ട് വേണം വറുത്തെടുക്കാൻ. കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ ഇതിൽ പൊട്ടി തുടങ്ങുന്ന സമയത്തായിട്ട് കുറച്ച് പൊട്ടുകടല ഇവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നിർബന്ധവുമില്ല, ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ആവശ്യമുള്ളവർക്ക് ചേർക്കാം, അല്ലാത്തവർക്ക് വേണ്ടെന്ന് വെക്കാം. പൊട്ടുകടല ചേർത്ത് 2-3 മിനിറ്റ് കൂടി ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഈ പാത്രത്തിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്. ഇത് വേറൊരു പാത്രത്തിലേക്കായിട്ട് മാറ്റി വെക്കണം. ഇനി നമുക്ക് എള്ളുണ്ട ഉണ്ടാക്കാനായിട്ട് കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കണം. ഇത് വേറൊരു പാനിലേക്ക് അരിച്ചൊഴിച്ച് മാറ്റണം. ഇനി നമുക്ക് ശർക്കര പാനിയെ വളരെ ചെറിയ തീയിൽ നന്നായി ഒന്ന് വറ്റിച്ചെടുക്കണം. ശർക്കര നന്നായി വറ്റി തുടങ്ങിയാൽ ഇതിലേക്കായിട്ട് വറുത്ത് വെച്ച എള്ളിട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണ്ട, ചെറിയ തീയിൽ തന്നെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതെല്ലാം കൂടെ നന്നായി സെറ്റായി കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടിയും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിനെ ഒന്ന് പരത്തി കൊടുക്കുക. 1-2 മിനിറ്റിന് ശേഷം തന്നെ ഇത് ഉരുട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇത് സെറ്റായി പോകും. ഉരുട്ടിയെടുക്കുക എന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് പരിചയമുള്ളവർക്ക് തന്നെ കൈ പൊള്ളിപ്പോകുന്ന ഒരു കാര്യമാണ്. കൈവെള്ളയിൽ കുറച്ച് ഓയിൽ എന്തെങ്കിലും പുരട്ടിയതിന് ശേഷം ആണ് ഇത് ഉരുട്ടിയെടുക്കേണ്ടത്. എനിക്കിത് മുഴുവനായിട്ടും ഉരുട്ടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ഇപ്പോൾ ചൂടാറാൻ നിന്നാൽ ഇത് ഉരുട്ടിയാൽ ഉരുണ്ട് പോവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വീണ്ടും പാനിലേക്ക് തന്നെ ഇട്ട് ആദ്യമൊന്ന് ചൂടാക്കിയിട്ട് ആണ് അത് ഉരുട്ടിയെടുക്കേണ്ടത്. പക്ഷേ ഞാനിത് ഒരു സ്പൂണിൻ്റെ അകത്താക്കിയിട്ട് സെറ്റാക്കി എടുത്തതാണ്. അങ്ങനെ നമ്മളെ എള്ള് മിഠായി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് വെള്ള എള്ള് കൊണ്ട് എങ്ങനെയാണ് മിഠായി ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് ഞാൻ ഉരുട്ടിയെടുക്കുകയല്ല, അത് പരത്തിയിട്ട് കഷ്ണങ്ങളാക്കുകയാണ്. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് വെള്ള എള്ളാണ്. ഇത് നന്നായി കഴുകി വെള്ളം വരാനായിട്ട് വെച്ച് അത് ചൂടായൊരു പാനിലിട്ടിട്ട് നന്നായി വറുത്തെടുക്കണം. ചെറിയ തീയിലാണ് നമ്മൾ ഇത് വറുത്തെടുക്കേണ്ടത്. നന്നായി കുറച്ച് നേരം വറുത്ത് കഴിഞ്ഞാൽ പൊട്ടി തുടങ്ങിയാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടാണ് വറുത്തെടുക്കേണ്ടത്. ഇനി ഇത് ചൂടാറുന്നതിന് വേണ്ടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. ഇതിലേക്കായുള്ള ശർക്കരപ്പാനി തയ്യാറാക്കാം. 1/2 കപ്പ് ശർക്കരയിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചാണ് ഇത് ഉരുക്കിയെടുക്കേണ്ടത്. ഇനി ഒരു ഫോയിൽ പേപ്പറിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് അതൊന്ന് എല്ലായിടത്തേക്കും മാറ്റിയതിന് ശേഷം അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഉരുക്കിയെടുത്ത ശർക്കരയെ വേറൊരു പാനിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും വറ്റിച്ചെടുക്കാം. ശർക്കരപ്പാനി വറ്റിച്ചെടുക്കുമ്പോൾ എള്ളുണ്ട ഉണ്ടാക്കാൻ വേണ്ടി ഉരുക്കിയത് പോലെയല്ല. ഇത് നമ്മൾ ഫ്ലാറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് ഒന്നുകൂടെ വറ്റണം. നന്നായി വറ്റി നന്നായി പതഞ്ഞ് പൊന്തിയാൽ ഒരു ബൗളിൽ ശകലം വെള്ളം എടുത്ത് അതിലേക്കായിട്ട് ഈ ശർക്കരപ്പാനിയിൽ നിന്ന് അല്പം ഇറ്റിച്ചു കൊടുത്ത് നോക്കണം. ഇത് ഉരുട്ടിയെടുത്തതിന് ശേഷം ക്രിസ്പി ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇതിൻ്റെ പാകം.
അതായത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് നോക്കിയാൽ ഈ ശബ്ദമുണ്ടെങ്കിൽ ഇത് റെഡിയായി എന്നാണ് അർത്ഥം. ഇനി ഇതിലേക്കായിട്ട് 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടി ഒന്ന് പതഞ്ഞു പൊങ്ങും. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്കായിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ നെയ്യും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയം തീ വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം. ബേക്കിംഗ് സോഡ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും മെൽറ്റായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കായിട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ച എള്ള് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. എള്ളും ശർക്കരപ്പാനിയും നന്നായി സെറ്റായി കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഫോയിൽ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കാം. ഫോയിൽ പേപ്പറിലേക്ക് മാറ്റിയ ഉടനെ തന്നെ ഇതിനെ വളരെ കനം കുറഞ്ഞ രീതിയിൽ പരത്തി കൊടുക്കുക. നന്നായി പരത്തി 1 മിനിറ്റിന് ശേഷം ഇത് അവനവന് ഇഷ്ടപ്പെട്ട ആകൃതിയിൽ മുറിച്ചെടുക്കാവുന്നതാണ്. ഈ മിഠായി ഉണ്ടാക്കി 15 ദിവസമായിട്ടും ഈ മിഠായിക്ക് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ മിഠായി തന്നെയാണ്. ഒരു മായവും ഒരു കലർപ്പും ഒന്നുമില്ലാതെ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ മക്കൾക്കും നമുക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഈ എള്ള് മിഠായി ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ പറ്റാവുന്നവരൊക്കെ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും.